ഇന്നത്തെ പൊതുവേദിയിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയർ മത്സരിക്കണോ എന്ന വിഷയമാണ് ഇന്ന് ന്യൂസ് അജണ്ടയിൽ. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661588. തൃശൂരിൽ നിന്നും ശ്രീധരൻ എന്ന ഒരു പ്രേക്ഷകനാണ് ആദ്യമായി നമ്മോടൊപ്പം പ്രതികരിക്കാനുള്ളത്. ശ്രീധരൻ, എന്തായാലും CPM-ന്റെ സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. പൊന്നാനിയിൽ നിന്ന് PV അൻവറും വടകരയിൽ നിന്ന് P ജയരാജനും ജനവിധി തേടും. എങ്ങനെയാണ് CPM-ന്റെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തെ താങ്കൾ കാണുന്നത്? ആരോപണ വിധേയർ മത്സരിക്കേണ്ടതുണ്ടോ? താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഒരിക്കലും മത്സരിക്കാൻ പാടില്ല. ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. എന്ത് ചെയ്താലും എന്ത് കുറ്റം ചെയ്താലും രാഷ്ട്രീയക്കാർക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇങ്ങനെയല്ല. ആരോപണവിധേയരാണെങ്കിൽ അവർ മാറി നിൽക്കണം. പാർട്ടിയോടുള്ള ജനങ്ങളോടുള്ള ശക്തമായ പാർട്ടി അനുഭാവികൾ മാത്രമേ അവർക്ക് വോട്ട് ചെയ്യുള്ളൂ. സാധാരണ ജനങ്ങളൊന്നും വോട്ട് ചെയ്യരുത്. അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പാർട്ടി എന്ത് ചെയ്താലും അത് ജനങ്ങൾ അംഗീകരിക്കണം. അൻവറായാലും അവർ എന്തെല്ലാം ആരോപണവിധേയന്മാരാണ് ഇവർ മത്സരിക്കുന്നത്. അതെന്തിനാണ്? പാർട്ടിക്കല്ല അതിന്റെ ദോഷം. പാർട്ടി നേതാക്കൾക്ക് ഒരു ധാരണയുണ്ട്, ഞങ്ങൾ നിന്നാലാണ് ആള് കൂടുതൽ കിട്ടുന്നത്. അങ്ങനെയല്ല. അല്ലാത്തൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവരൊക്കെ എന്താ മന്ദബുദ്ധികളായിട്ടാണ് ഇവർ കാണുന്നത്. അത്രയും മോശമായ രീതിയിലല്ലേ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. അപ്പൊ അത് മാത്രമല്ല, വേറൊന്നും കൂടിയുണ്ട്. MLA-മാരൊക്കെ എന്തിനാണ് മത്സരിക്കുന്നത്? ആ ഒരു MLA മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഇലക്ഷൻ വേണ്ടേ? ആ ചെലവ് ആര് വഹിക്കും? സാധാരണക്കാർ വഹിക്കണ്ടേ? ഒരു MLA-ക്ക് 5 വർഷം ഉണ്ടല്ലോ. അത് മരിച്ചു കഴിഞ്ഞ് ചെയ്യുന്നതാണ് ശരി. അവനത് വീണ്ടും ആ ഒരു മത്സരിച്ചു കഴിഞ്ഞാൽ എത്ര ചെലവാണ് വീണ്ടും? ഈ ചെലവ് ആര് വഹിക്കും? സാധാരണക്കാർ വഹിക്കണ്ടേ? അപ്പോ ഇതൊക്കെ വെറും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഏത് പാർട്ടി ആയാലും MLA ഭരിക്കാൻ ഒരിക്കലും അത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനോ ഇവിടുത്തെ നിയമം വഴി അത് നിരോധിക്കണം. നന്ദി ശ്രീധരൻ, താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ തൃശൂരിൽ നിന്ന് തന്നെ തമ്പിമണി എന്നൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ തമ്പിമണി, എങ്ങനെയാണ് CPM-ന്റെ പൊന്നാനിയിലെയും വടകരയിലെയും സ്ഥാനാർത്ഥി നിർണയത്തെ താങ്കൾ കാണുന്നത്? ആരോപണ വിധേയരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാതിരിക്കാൻ നോക്കേണ്ടത് അതാത് രാഷ്ട്രീയ പാർട്ടികളാണ്. രാഷ്ട്രീയ പാർട്ടികൾ മത്സരിപ്പിക്കുമ്പോൾ അതില് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ള തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണ്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഹാഷിം എന്നൊരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ഹാഷിം, എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ ഒരിക്കലും തന്നെ ഒരു പാർട്ടിയും ഒരു മുന്നണിയും പരിഗണിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇവിടെ കാണപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM ഏറ്റവും ആരോപണ വിധേയനായ P ജയരാജൻ കൊലപാതക കേസിൽ CBI കുറ്റപത്രം പോലും സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന P ജയരാജനെ വടകരയിലും അതേപോലെ നിലമ്പൂർ MLA അൻവർ വളരെയേറെ വിവാദമായിട്ട് വിഷയങ്ങൾ വളരെ കാലം ചർച്ച ചെയ്യപ്പെട്ട ഒരു ആളായിരുന്നു അൻവർ. അദ്ദേഹത്തെ പോലുള്ള ആളുകളെ, ജോയിസ് ജോർജ്, ഇത്തരത്തിലുള്ള ആളുകളെ സ്ഥാനാർത്ഥികളായിട്ട് പരിഗണിക്കുകയും ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് ഇത് ഏറ്റെടുക്കുകയും ചെയ്യാണ് CPM-ഉം LDF-ഉം. ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് വോട്ടർമാർ അതിന് തക്കതായ മറുപടി നൽകുമെന്ന് ഞങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ബാലരാമപുരത്ത് നിന്ന് ശിവദാസൻ എന്ന ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശിവദാസൻ, ഇവിടെ അൻവറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വാട്ടർ തീം പാർക്ക് അടക്കം വിവാദ വിഷയങ്ങൾ ഏറെയാണ് അദ്ദേഹത്തിനെതിരെ. CPM വടകരയിലേക്ക് വരികയാണെങ്കിൽ P ജയരാജനാണ് അവിടെ മത്സരിക്കുന്നത്. കൊലക്കേസിലെ പ്രതിയെ മുൻനിർത്തിയുള്ള വെല്ലുവിളിയാണ് CPM-ന്റെ എന്നാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം പറഞ്ഞത്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തെ കാണുന്നത്? മേഡം, ഇടതുപക്ഷം കാണിക്കുന്ന കമ്പനി രാജ്യദ്രോഹമാണല്ലോ. അവര് രാജ്യദ്രോഹം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെയും മതങ്ങളെയും വിശ്വാസങ്ങളെയും ആചാര്യന്മാരെയും എല്ലാവരും പിഴിഞ്ഞ് കൊന്നൊടുക്കുകയാണ്. അവർക്ക് എന്താണ് അഭിമാനം എന്നുള്ള പ്രശ്നം പാർട്ടിക്കില്ല. അഭിമാനമൊന്നും CPM-നുണ്ടായിരുന്നുവെങ്കിൽ അവർ ആലോചിച്ച് ചെയ്യുമായിരുന്നു. അൻവർ എന്നുള്ള ഒരു സാമൂഹിക രോഗിയാണ്, സമൂഹത്തിന്റെ ഒരു ക്രിമിനലാണ്. കാരണം അവർ പരിങ്ങി അടുത്ത് വീണ്ടും ഈ എന്താ പറയുക, 3ാം സ്ഥാനം പോലും വരുന്ന സംശയമുണ്ട്. അവിടെ വീണ്ടും തിരഞ്ഞെടുക്കുന്ന ഒരു MLA വീണ്ടും തിരഞ്ഞെടുക്കണം. ഇതെല്ലാം ഖജനാവിന്റെ പൈസ നഷ്ടപ്പെടുത്തുന്നതല്ലേ. ഇപ്പൊ വെള്ളപ്പൊക്കം, വെള്ള ദുരന്തങ്ങൾ വന്നു, ഇപ്പൊ എന്തെല്ലാം പ്രശ്നങ്ങളായി കിടക്കുന്നു. ഒരു ആഹാരത്തിന് നിവൃത്തിയില്ലാതെ ജനങ്ങൾ പൊട്ടിക്കരയുന്നു. ഒരു ആഹാരത്തിന് മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ പൊട്ടിക്കരയുന്നു. ഈ അവസ്ഥയിലല്ലേ ഇങ്ങനെ കാണിക്കുന്നത്? ഇത് ആരുടെ ദേഷ്യം കാണിക്കുന്നത്? ജനാധിപത്യത്തോട് വെല്ലുവിളിക്കുകയാണ് അവർ ചെയ്യുന്ന രീതി. ഇത് മനസ്സിലാവുന്നില്ല. ഇത് കേൾക്കാൻ ജനങ്ങൾ തിരിച്ചറിയണം. നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. മഹാരാഷ്ട്രയിൽ നിന്നും അനീഷ് എന്ന ഒരു പ്രേക്ഷകനാണ് ചേരുന്നത്. അനീഷ്, എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? എന്തായാലും CPM-ന്റെ സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വരാനിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തെ താങ്കൾ വിലയിരുത്തുന്നത്?
അല്ല, തീർച്ചയായിട്ടും ഈ ഇതിന് മുൻപ് ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ പല ആൾക്കാരും സംസാരിച്ചു കഴിഞ്ഞു. ശരിക്കും തീർച്ചയായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ MLA-മാരെ മത്സരിക്കുമ്പോൾ തന്നെ മത്സരിക്കുന്ന ജനങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. വീണ്ടും ഉള്ള ഈ ബർഡൻ മൊത്തം ജനങ്ങളുടെ മേത്ത് അടിച്ചേൽപ്പിക്കുന്നു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും CPM എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാകാൻ വേണ്ടി പോവുകയാണ്. ശബരിമല പ്രശ്നം മെയിൻ ആയിട്ടുള്ള കാരണം. ഇങ്ങനെ പോകുന്ന രീതിയിൽ ആകുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി പൂർണ്ണമായിട്ട് നശിക്കാൻ പോകും. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, ചെന്നൈയിൽ നിന്നും പ്രേമൻ എന്ന ഒരു പ്രേക്ഷകനാണ് ചെയ്യുന്നത്. പ്രേമൻ, ഇത്രയും നേരം നമ്മളോട് പ്രതികരിച്ച എല്ലാ പ്രേക്ഷകരും പറഞ്ഞത് ആരോപണ വിധേയർ മത്സരിക്കേണ്ട സാഹചര്യമില്ല, അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? ഒരിക്കലും ദോഷം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ആരോപണ വിധേയരായിട്ടുള്ള പല ആളുകളും മത്സരിച്ച് ജയിച്ച പാരമ്പര്യം നമ്മുടെ കേരളത്തിലുണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോപണ വിധേയനായിട്ടുള്ള ഒട്ടനവധി ആളുകൾ മത്സരിച്ചിട്ടുണ്ട്. KM മാണി ബാർക്കോഴ കേസ് കത്തി നിൽക്കുന്ന സമയത്ത് KM മാണി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ജനസമ്മതിയാണ്, അവർക്കുള്ള ആ മണ്ഡലത്തിലുള്ള ജനസമ്മതി വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. ഈ ജയരാജനെ സംബന്ധിച്ചിടത്തോളം വടകര മണ്ഡലത്തിലുള്ള ജനസമ്മതി തന്നെയാണ്. മറ്റു പല ആരോപണങ്ങൾ ഉണ്ടായാൽ പോലും ജനസമ്മതി വെച്ച് തന്നെയാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് വിജയ സാധ്യത വളരെ അധികമാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് അൻവറിന്റെ കാര്യത്തിലും. ആ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിലെ ജനങ്ങളെ ഇടയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ അൻവറിനെ പാർട്ടി പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിജയ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്നും സന്തോഷ് എന്ന ഒരു പ്രേക്ഷകനാണ് ചെയ്യുന്നുണ്ട്. സന്തോഷ്, എന്തായാലും ജയരാജന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജയരാജനെ മത്സരിപ്പിക്കുന്നതിലൂടെ, കൊലക്കേസിലെ പ്രതിയെ മത്സരിപ്പിക്കുന്നതിലൂടെ CPM ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് എന്നാണ് KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തെയൊക്കെ കാണുന്നത്? ശരിക്കും നമ്മുടെ കേരളത്തിലെ വോട്ടർമാരെ ശരിക്കും വെല്ലുവിളിക്കുന്നത് കാരണം എന്നറിയോ? പറഞ്ഞോളൂ. കേരളത്തിലെ വോട്ടർമാരാണ് വെല്ലുവിളിക്കുന്നത്. കാരണം ഇവര് CPM ആരെ കൊണ്ട് മുമ്പിൽ നിർത്തിയാലും അവരെ അംഗീകരിച്ചോളും എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ട്. പിന്നെ ഇവരുടെ CPM-ന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിയോ? ഇവർക്കിപ്പോ ഒരു പാർട്ടി പ്രവർത്തകർ പോലുമില്ല. ഇലക്ഷന് മത്സരിക്കാൻ കപ്പാസിറ്റിയുള്ള പാർട്ടി പ്രവർത്തകർ പോലും ഇല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് MLA-മാരെ പോലും ജനങ്ങളെ കൊടുക്കുന്ന ടാക്സ് അത് വെച്ചാണ് വീണ്ടും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവര് MLA സ്ഥാനം രാജിവെച്ചിട്ട് മത്സരിക്കട്ടെ, അതിന് തയ്യാറല്ല ഇവര്. അതിന് പോലും ഈ പാർട്ടി പ്രവർത്തകര് ഇലക്ഷന് മത്സരിപ്പിക്കാൻ പറ്റിയ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ ജനസമ്മതരായ ജനങ്ങളോ അവരോടൊപ്പം ചെല്ലാത്തതിന്റെ ഏറ്റവും വലിയ ദയനീയതയാണ് CPM ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം CPM ഇല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുക. ലോകം മുഴുവൻ പോയി. ഇനി കേരളത്തിന് ഇങ്ങേ അറ്റത്തിന്റെ അത് അറബിക്കടലിലോട്ട് പോവുകയാണ്. അത്രയും പിന്നെ എന്തും പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്ന കുറെ മണ്ടന്മാരായ അണികളും ഉണ്ട്. അവരുടെ മുമ്പിലോട്ട് എന്ത് ഇട്ട് കൊടുത്താലും അവർക്കൊരു കുഴപ്പമൊന്നുമില്ല. അവരതിനെ ന്യായീകരിച്ച് അതുകൊണ്ട് നടന്നോളും. അതാണ് ഇന്ന് CPM അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പക്ഷെ ആ അനുഭവിക്കുന്ന ജനങ്ങളാണ്. അവർ കാണിക്കുന്ന തോന്നിവാസനങ്ങളും ഈ ജനാധിപത്യ വിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജനങ്ങളാണ്. ജനങ്ങളുടെ അമിതമായ ഭാരം ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കണം. ഈ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ആലോചിച്ചൊക്കെ എവിടേക്കെന്നാണ് ഇത്രയും ക്രിമിനലായ ജയരാജനെ പോലുള്ള ഒരാളായിട്ട് കൊണ്ട് മത്സരിപ്പിക്കുന്നത്? അൻവർ ആരാണ് എന്നാലോചിക്കുക. എന്നിട്ട് അതിന് പോലും അവർക്ക് ഒരു മടിയിലൊന്നുമില്ല. കാരണം അവർക്കറിയാം അവരുടെ അന്ധവിശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന് ഇതെല്ലാം ഇതിനപ്പുറം അവർ ചെയ്യും. നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ അടൂരിൽ നിന്നും ഷിജു എന്നൊരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ഷിജു, എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കടന്ന ആരോപണ വിധേയർ മത്സരിക്കേണ്ടതുണ്ടോ? തീർച്ചയായും ഇത് വളരെ തെറ്റായ ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത് നമ്മളൊന്ന് ആലോചിച്ച് വെക്കുക. ഞാൻ മുമ്പുള്ള പ്രേക്ഷകൻ പറഞ്ഞ പോലെ അത് കൊലപാതകത്തിന് നിരവധിയായിട്ടുള്ള കൊലപാതകങ്ങൾ കണ്ണൂരിൽ നടന്നിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അതിൽ മിക്കതും ആരോപണ വിധേയനാണ്. പ്രതിയാണ് ജയരാജൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ TP ചന്ദ്രശേഖരന്റെ ആ കൊലപാതകത്തിലേക്ക് CBI അന്വേഷണം കാരണം ജയരാജൻ ഇപ്പോൾ അകത്തായിരിക്കും കിടക്കുന്നത്. സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് വെക്കുക, എത്രയോ തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും സംഘടനയ്ക്ക് CPM-ന് ഇപ്പോൾ കണ്ണൂരിലോ അല്ലെങ്കിൽ വടകരയിലൊക്കെ ശക്തമായ സംഘടനാ സംവിധാനവും സ്വാധീനവും ഉണ്ടെന്ന് വെച്ച് അതിന്റെ ബലത്തിൽ ഇത്തരത്തിലുള്ള കൊലയാളികളെയോ അല്ലത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ കൊണ്ടുവെക്കുന്നത് ശരിയായ പ്രവണതയാണോ? അതുപോലെ അൻവർ പക്കാ മാഫിയല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ എത്രയോ തവണ ചർച്ച ചെയ്ത അൻവറെ സംബന്ധിച്ച് അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണത്തിന്റെ തണലിലും സ്വാധീനത്തിലും ഒക്കെയല്ലേ അയാൾ നിലനിന്നത്.
അതുപോലെ അവിടുത്തെ തെക്കേയറ്റത്ത് തിരുവനന്തപുരത്ത് ദിവാകരൻ വളരെ തെറ്റായ ഒരു സന്ദേശം നൽകിയ വ്യക്തിയല്ലേ. അയാളുടെ 2014 തെരഞ്ഞെടുപ്പിൽ ബെനറ്റ് എബ്രഹാം എന്ന് പറഞ്ഞ ഒരാളിൽ നിന്ന് പണം വാങ്ങിയതിനു ശേഷം അവിടെ സീറ്റ് കൊടുത്തത്. അതിനെ സംബന്ധിച്ച് CPIയുടെ കമ്മിറ്റി തന്നെ വെച്ചിരിക്കുന്ന അന്വേഷണത്തിൽ അയാൾ ആരോപണ വിധേയനാണെന്ന് അവർ തെളിഞ്ഞതല്ലേ സംഭവങ്ങൾ. അത് അയാളെ തന്നെ കൊണ്ടുപോയി ഇത്തവണ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ജനങ്ങളുടെ മുന്നിൽ കൊടുക്കുന്ന സന്ദേശം എന്താ? താങ്കളുടെ പ്രതികരണത്തിന് തെരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയർ മത്സരിക്കണോ എന്ന ചോദ്യമാണ് പൊതുവേദി മുന്നോട്ട് വെച്ചത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.